സ്ത്രീകളുള്ള വീടുകളിൽ ഇനി ജനാലയുടെ ആവശ്യമില്ല. അശ്ലീല പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ആ ജനലുകൾ കൂടി അടയ്ക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ. എന്താണ് അഫ്ഗാനിസ്ഥാന് സ്ത്രീകളോട് ഇത്ര ദേഷ്യം? വീണ്ടും വീണ്ടും വിലക്കുകൾ ഏർപ്പെടുത്തി ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലെത്തിയതോടെ ആ രാജ്യത്തിന്റെ പതനം ആരംഭിക്കുകയായിരുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ സ്വന്തം നാടായി മാറിയ രാജ്യത്ത് സ്ത്രീകളും പെൺകുട്ടികളും അനുഭവിക്കുന്നത് വലിയ അസമത്വങ്ങളാണ്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ താലിബാൻ കൊണ്ടുവരുന്ന നിയമങ്ങളും ഭരണപരിഷ്കാരങ്ങളും ഒക്കെ തന്നെ വലിയ വാർത്താ പ്രാധാന്യം നേടുന്നതുമാണ്. പുതിയ ഭരണപരിഷ്കാരം സ്ത്രീകൾക്ക് ജനാലകൾ നിഷേധിക്കുന്നതാണ്. അഫ്ഗാൻ സ്ത്രീകളുള്ള വീടുകളിൽ ജനാലകൾ നിർമ്മിക്കുന്നത് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇത്രയും അപരിഷ്കൃതവും വിചിത്രവുമായ ആചാരങ്ങളെ പിന്തുടരാൻ താലിബാൻ ശ്രമിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഫ്ഗാനിൽ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ അഭിമുഖീകരിക്കുന്ന കെട്ടിടങ്ങളിൽ ജനാലകൾ നിർമ്മിക്കുന്നത് നിരോധിക്കാൻ താലിബാൻ ഉത്തരവിട്ടു. അശ്ലീല പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി താലിബാന്റെ പരമോന്നത നേതാവ് അഫ്ഗാൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ജനാലകൾ നിർമ്മിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. നടപടി പാലിക്കൽ ഉറപ്പാക്കാൻ നഗരസഭ അധികൃതരെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. താലിബാൻ ഗവൺമെന്റ് വക്താവ് ശനിയാഴ്ച, അതായത് ഡിസംബർ 29-ന് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം മുറ്റം, അടുക്കള, അയൽവാസികളുടെ കിണർ, സ്ത്രീകൾ സാധാരണയായി ഉപയോഗിക്കുന്ന മറ്റ് സ്ഥലങ്ങൾ, ഇവിടെയെല്ലാം കാണാൻ കഴിയുന്ന ജനാലകൾ കെട്ടിടങ്ങളിൽ ഉണ്ടാകരുത് എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. സ്ത്രീകൾ അടുക്കളയിലും മുറ്റത്തും ജോലി ചെയ്യുന്നതും കിണറുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും അശ്ലീല പ്രവർത്തനങ്ങൾക്ക് കാരണമാകും. സർക്കാർ വക്താവ് സബീഹുല്ല മുജാഹിദ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്ത ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ്: മുനിസിപ്പൽ അധികാരികളും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും അയൽവാസികളുടെ വീടുകൾ കാണുന്നത് സാധ്യമല്ലെന്ന് ഉറപ്പാക്കാൻ നിർമ്മാണ സൈറ്റുകൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. അത്തരം ജാലകങ്ങൾ നിലവിലുണ്ടെങ്കിൽ അയൽക്കാർക്ക് ഉണ്ടാക്കുന്ന ശല്യങ്ങൾ ഒഴിവാക്കാൻ ഒരു മതിൽ പണിയുന്നതിനോ അല്ലെങ്കിൽ കാഴ്ച തടസ്സപ്പെടുത്തുന്നതിനോ ഉടമകളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഡിക്രി പറയുന്നു. 2021 ഓഗസ്റ്റിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയത് മുതൽ പൊതു ഇടങ്ങളിൽ നിന്ന് സ്ത്രീകളെ ക്രമേണ മായ്ച്ചു കളയുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഭരണകൂടം സ്ഥാപിച്ച ലിംഗവർണ്ണ വിവേചനത്തെ അപലപിക്കാൻ ഐക്യരാഷ്ട്രസഭയെ പോലും പ്രേരിപ്പിച്ചത് ഇതാണ്. അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ടതോടെ താലിബാൻ ആ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തു. 3 വർഷം മുൻപ് താലിബാൻ രാജ്യത്തിന്റെ നിയമനിർമ്മാണ രംഗത്ത് പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. അധികാരത്തിൽ തിരിച്ചെത്തിയത് മുതൽ സ്കൂളുകൾ, സർവകലാശാലകൾ, ജോലി സ്ഥലങ്ങൾ, പാർക്കുകളും ബാത്ത് ഹൗസുകളും ഉൾപ്പെടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും അഫ്ഗാൻ സ്ത്രീകളെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പുതിയ കെട്ടിടങ്ങളിൽ മുറ്റം, അടുക്കള, കിണർ, സ്ത്രീകൾ സാധാരണയായി ഉപയോഗിക്കുന്ന മറ്റ് സ്ഥലങ്ങൾ എന്നിവയിലേക്ക് ദൃശ്യപരത അനുവദിക്കുന്ന ജനാലകൾ പാടില്ലെന്ന് താലിബാൻ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം വീണ്ടെടുത്തതിനു ശേഷം പ്രത്യേകിച്ച് സ്ത്രീകളെ ലക്ഷ്യമിട്ട് ഈ നടപടികൾ ഉണ്ടായിരുന്നിട്ടും താലിബാൻ വിപുലമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാമിക നിയമം അഫ്ഗാൻ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ ഉറപ്പാക്കുന്നു എന്നാണ് ഭരണകൂടം വാദിക്കുകയും ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നത്. ഇത്രയും കാലമായിട്ട് നടത്തിയ മറ്റ് നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. 2021 അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം താലിബാൻ സദ്ഗുണ പ്രചരണത്തിനും ദുരാചാരങ്ങൾ തടയുന്നതിനും ഒരു മന്ത്രാലയം തന്നെ സ്ഥാപിക്കുന്നുണ്ട്. പൊതുഗതാഗതം, സംഗീതം, ആഘോഷങ്ങൾ എന്നിവയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഓഗസ്റ്റിൽ മന്ത്രാലയം അതിന്റെ സദ്ഗുണ നിയമങ്ങൾ പുറത്തിറക്കുകയുണ്ടായി. 114 പേജുള്ള ഈ നിയമങ്ങളിൽ 35 ലേഖന രേഖയിൽ വിഭജിച്ചിരിക്കുന്നത് മന്ത്രാലയം വ്യക്തിപരമായ പെരുമാറ്റത്തിന് മേൽനോട്ടം വഹിക്കുകയും അഫ്ഗാനികൾ ഈ നിയമങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിക്കുമ്പോൾ മുന്നറിയിപ്പ് നൽകുകയോ പിന്നെയും അത് തെറ്റിക്കുന്നവർക്ക് അറസ്റ്റ് പോലുള്ള ശിക്ഷകൾ നടപ്പിലാക്കുമെന്നുമാണ്. പ്രലോഭനം തടയുന്നതിന് മുഖാവരണം അനിവാര്യമാണെന്നും പൊതു ഇടങ്ങളിൽ മുഖാവരണം സ്ത്രീകൾ ഉപയോഗിക്കണമെന്നാണ് നിഷ്കർഷിക്കുന്നത്. മാത്രവുമല്ല, വസ്ത്രങ്ങൾ നേർത്തതോ ഇറുകിയതോ ചെറുതോ ആയിരിക്കരുത് എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. അഴിമതി ഒഴിവാക്കാൻ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ അപരിചിതരായ പുരുഷന്മാർക്കും അമുസ്ലിങ്ങൾക്കും മുന്നിൽ സ്ത്രീകൾ സ്വയം മൂടുപടം ധരിക്കണമെന്നാണ് നിയമം നിഷ്കർഷിക്കുന്നത്. തങ്ങളുടെ അടുത്ത ബന്ധുക്കളല്ലാത്ത പുരുഷന്മാരെ നോക്കുന്നതിനും തിരിച്ച് സ്ത്രീകളെ നോക്കുന്നതിനും വിലക്ക് പ്രത്യേകമായിട്ട് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ വർഷം ഒക്ടോബറിൽ ഒരു താലിബാൻ മന്ത്രി അഫ്ഗാൻ സ്ത്രീകൾക്ക് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതിനോ മറ്റ് സ്ത്രീകൾക്ക് മുന്നിൽ പോലും ഖുർആൻ പാരായണം ചെയ്യുന്നതിനോ വിലക്കുണ്ടെന്ന് പ്രഖ്യാപിച്ചിരുന്നു. വൈസ് ആൻഡ് വെർച്യു മന്ത്രി ഖാലിദ് ഹനഫി പ്രസ്താവിച്ചത് ഇങ്ങനെയാണ്: മുതിർന്ന ഒരു സ്ത്രീക്ക് മറ്റൊരു മുതിർന്ന സ്ത്രീക്ക് മുന്നിൽ ഖുർആൻ വാക്യങ്ങൾ വായിക്കുന്നതും പാരായണം ചെയ്യുന്നതും നിരോധിച്ചിരിക്കുകയാണ്. തക്ബീർ മന്ത്രം പോലും അനുവദനീയമല്ല എന്നും ഇതിൽ പറയുന്നു. വസ്ത്രധാരണ രീതികളിലും വിദ്യാഭ്യാസത്തിലും തൊഴിലിലും എല്ലാം തന്നെ അസമത്വങ്ങൾ നടപ്പിലാക്കിയാണ് അഫ്ഗാനിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. ഒരിടത്തു നിന്നും
നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയിൽ പോലും പുരുഷനായ ഒരു രക്ഷിതാവിന്റെ ആവശ്യകത പോലും നിയമത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. 2024 ഓഗസ്റ്റിലാണ് പരമോന്നത നേതാവ് ഹിബത്തുള്ള അഖുൻസാദെ പൊതുസ്ഥലത്ത് സ്ത്രീകളുടെ ശബ്ദവും നഗ്നമായ മുഖവും നിരോധിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ശബ്ദമില്ലാത്ത, മുഖമില്ലാത്തവരായ സ്ത്രീകൾ അഫ്ഗാനിസ്ഥാനിൽ പരിവർത്തനപ്പെട്ടു. സംഗീതവും നിഷേധിക്കപ്പെട്ടവരാണിവർ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് സ്ത്രീകളെ ഇവിടെ കുറ്റവാളിയായി. അഫ്ഗാനിസ്ഥാനിൽ ഒരു ബന്ധമില്ലാത്ത പുരുഷന്മാരും സ്ത്രീകളും ഇടകലരുന്നതും കർശനമായ വിലക്കുകളുള്ളതാണ്. യാത്രക്കാരും ഡ്രൈവർമാരും നിശ്ചിത സമയങ്ങളിൽ പ്രാർത്ഥന നടത്തണമെന്നും നിയമം അനുശാസിക്കുന്നു. ചില പ്രാദേശിക റേഡിയോ, ടെലിവിഷൻ സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ശബ്ദം പോലും അവിടെ നിന്നും കേൾക്കാതായ കഥ പറയേണ്ടത് തന്നെയാണ്. സ്ത്രീ ശബ്ദങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് പൂർണ്ണമായും നിർത്തിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. 2021 താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം കുറഞ്ഞത് 1.4 ദശലക്ഷം അഫ്ഗാൻ പെൺകുട്ടികളെങ്കിലും സെക്കൻഡറി വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. യുനെസ്കോയുടെ കണക്കനുസരിച്ച് ഒരു തലമുറയുടെ ഭാവി മുഴുവൻ അപകടത്തിലാക്കുകയാണ് ഇത്. സെക്കൻഡറി സ്കൂളുകളിലും സർവകലാശാലകളിലും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രവേശനം വിലക്കപ്പെട്ട ലോകത്തിലെ ഏക രാജ്യമായി അഫ്ഗാനിസ്ഥാൻ ഇന്നും തുടരുകയാണ്. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. 2022 5.7 ദശലക്ഷം ആൺകുട്ടികളും പെൺകുട്ടികളും മാത്രമാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി സ്കൂളുകളിലെത്തിയത്. 2019 ഇത് 6.8 ദശലക്ഷമായിരുന്നു. നോക്കൂ, ഗണ്യമായ കുറവ് ഇവിടെ സംഭവിച്ചിട്ടില്ലേ? സ്ത്രീകളായ അധ്യാപകർ ആൺകുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള വിലക്കുകൾ ഉൾപ്പെടെ നടപ്പിലാക്കി കുട്ടികളെ സ്കൂളിൽ അയക്കാനുള്ള മാതാപിതാക്കളുടെ മനസ്സ് പോലും മുരടിപ്പിച്ചു എന്നാണ് യുനെസ്കോ കുറ്റപ്പെടുത്തുന്നത്. ഈ മാസം ആദ്യവാരത്തിൽ അഫ്ഗാനിസ്ഥാനിൽ മിഡ്വൈഫുമാരും നഴ്സുമാരുമായി പരിശീലനം നടത്തുന്ന നിരവധി സ്ത്രീകൾ തങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് BBC-യോട് തുറന്ന് സംസാരിച്ചിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ നാളെ മുതൽ ക്ലാസ്സിൽ വരരുതെന്ന് ചട്ടം കെട്ടിയിരിക്കുന്നതാണ് അവർ പറയുന്നത്. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചെന്നായിരുന്നു അന്ന് അവർ BBC-യോട് തുറന്നു പറഞ്ഞത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അടച്ചിടാൻ താലിബാനിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതായി അഫ്ഗാനിസ്ഥാനിലുടനീളമുള്ള 5 പരിശീലന സ്ഥാപനങ്ങൾ BBC-യോട് പറഞ്ഞു. വാർത്ത കേട്ട് വിദ്യാർത്ഥികൾ കരയുന്നത് ഓൺലൈനിൽ പങ്കുവെച്ച വീഡിയോയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ പ്രകാശം തേടിയവർക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ട വാതിലുകൾ നൽകിയ ഇരുട്ടിൽ ഉഴറുകയായിരുന്നു ആ വിദ്യാർത്ഥികൾ. ഔദ്യോഗിക ഉത്തരവ് പരസ്യമാക്കിയിട്ടില്ലെങ്കിലും താലിബാൻ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ യോഗത്തിൽ തീരുമാനം പ്രഖ്യാപിക്കുകയും പിന്നീട് പരിശീലന സ്ഥാപനങ്ങളെ അറിയിക്കുകയും ചെയ്തതായി മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സ്ത്രീകൾക്ക് കർശനമായ നിയന്ത്രണങ്ങളും വിലക്കും വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയെങ്കിലും ആരോഗ്യ മേഖലയിലെ സ്ത്രീകളുടെ ആവശ്യകത താലിബാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സ്ത്രീകളില്ലാതെ സ്ത്രീകളെ പുരുഷന്മാർക്ക് തൊടാൻ അനുവാദമില്ലാത്തതുകൊണ്ട് തന്നെ മിഡ്വൈഫ് ജോലികൾ താലിബാൻ അംഗീകരിച്ചിരുന്നതാണ്. എന്നാൽ അടുത്ത കാലത്തായി അതിനും ചില വിലക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാന്റെ ആരോഗ്യരംഗം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യവുമായി വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ആശങ്കയോടെ മാത്രം നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന മാതൃമരണ നിരക്കുള്ള രാജ്യം കൂടിയാണ് ഈ അഫ്ഗാനിസ്ഥാൻ. 1,00,620 സ്ത്രീകൾ മരിക്കുന്നുവെന്നാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത്. 2024 സെപ്റ്റംബറിൽ ഓസ്ട്രേലിയ, കാനഡ, ജർമ്മനി, നെതർലാൻഡ് എന്നീ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും താലിബാനെതിരെ നിയമ നടപടികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2021 അധികാരം പിടിച്ചെടുത്തതിന് ശേഷം മിതമായ ഭരണം നടത്തുന്നുവെന്ന വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും താലിബാൻ സ്ത്രീകളെയും പെൺകുട്ടികളെയും അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പരിമിതപ്പെടുത്തിയെന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 20ലധികം രാജ്യങ്ങൾ നിർദ്ദിഷ്ട നിയമ നടപടികൾക്ക് പിന്തുണ അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഭീകരവും വ്യവസ്ഥാപിതവുമായ മനുഷ്യാവകാശ ലംഘനങ്ങളെ ഞങ്ങൾ അപലപിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ ലിംഗാധിഷ്ഠിത വിവേചനത്തെ ഞങ്ങൾ അപലപിക്കുന്നു എന്നായിരുന്നു ഈ പ്രസ്താവന. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും വിവേചനം നിലവിലില്ലെന്നും അവകാശപ്പെട്ട് താലിബാൻ ഡെപ്യൂട്ടി വക്താവ് ഹംദുള്ള ഫിത്രത്ത് ആരോപണങ്ങൾ മുഴുവൻ തള്ളിക്കളയുകയാണ് ചെയ്തത്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ ചിത്രം വെച്ച് അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യം തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാനിൽ മനുഷ്യാവകാശങ്ങളും ലിംഗവിവേചനങ്ങളും ലംഘിക്കുന്നുവെന്ന് ആരോപിക്കുന്നത് അസംബന്ധമാണ് എന്നാണ് അദ്ദേഹം സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചത്. ലിംഗസമത്വം ഉറപ്പാക്കാൻ പണിപ്പെടുന്ന അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് പ്രതികരിക്കുക, അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ പുരുഷനോളം എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കുന്ന സ്ത്രീകളുടെ സമകാലിക സാഹചര്യത്തിൽ പൊരുത്തപ്പെടാനോ അതിനെ അംഗീകരിക്കാനോ അഫ്ഗാനിസ്ഥാനെ അനുവദിക്കാത്തത് എന്തായിരിക്കും? അത് അവസാനിപ്പിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും കമന്റിൽ എഴുതുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.